ഓം ശാന്തി 1-2-2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ ആത്മാക്കളുടെ സ്വധർമ്മം ശാന്തിയാണ്. നിങ്ങളുടെ ദേശം ശാന്തിധാമമാണ്. നിങ്ങൾ ആത്മാവ് ശാന്തസ്വരൂപമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശാന്തി യാചിക്കാൻ സാധിക്കില്ല. ചോദ്യം: നിങ്ങളുടെ യോഗശക്തി ഏതൊരു അത്ഭുതമാണ് ചെയ്യുന്നത്? ഉത്തരം: യോഗശക്തിയിലൂടെ നിങ്ങൾ മുഴുവൻ ലോകത്തെയും പവിത്രമാക്കി മാറ്റുന്നു. നിങ്ങൾ വളരെ കുറച്ചു കുട്ടികൾ യോഗശക്തിയിലൂടെ ഈ മുഴുവൻ പർവ്വതത്തെയും, അതായത് കലിയുഗത്തെയും ഉയർത്തി മാറ്റി സ്വർണത്തിന്റെ പർവ്വതം, അതായത് സ്വർഗം സ്ഥാപിക്കുന്നു. 5 തത്വങ്ങളും സതോ പ്രധാനമായി മാറുന്നു. നല്ല ഫലം നൽകുന്നു. സതോ പ്രധാന തത്വങ്ങളാൽ ഈ ശരീരവും സതോ പ്രധാനമാകുന്നു. അവിടത്തെ ഫലങ്ങൾ പോലും വളരെ വളരെ സ്വാദിഷ്ടമായിരിക്കും. ഓം ശാന്തി. എപ്പോൾ ഓം ശാന്തി പറയുകയാണെങ്കിലും വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ വാസ്തവത്തിൽ ആത്മാവ് ശാന്തസ്വരൂപമാണ്. ആത്മാവിന്റെ സ്വധർമ്മം ശാന്തിയാണ്. ഇതിനെക്കുറിച്ച് സന്യാസിമാരും പറയുന്നുണ്ട്. ശാന്തിയെ നിങ്ങളുടെ കഴുത്തിലെ മാലയാക്കണം. ശാന്തി പുറത്ത് എവിടെയാണ് അന്വേഷിക്കുന്നത്? ആത്മാവ് സ്വതവേ ശാന്തസ്വരൂപമാണ്. ഈ ശരീരത്തിൽ പാർട്ടഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. ആത്മാവ് ശാന്തസ്വരൂപത്തിലിരിക്കുകയാണെങ്കിൽ എങ്ങനെ കർമ്മം ചെയ്യും? കർമ്മം ചെയ്യുക തന്നെ വേണം. അതെ, ശാന്തിധാമത്തിൽ ആത്മാക്കൾ ശാന്തമായിരിക്കുന്നു. അവിടെ ശരീരമില്ല. നമ്മൾ ആത്മാവാണ്, ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ് എന്ന് ഒരു സന്യാസിമാരും മനസ്സിലാക്കിയിട്ടില്ല. കുട്ടികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ശാന്തിധാമമാണ് നമ്മുടെ ദേശം. പിന്നീട് നമ്മൾ സുഖധാമത്തിൽ വന്ന് പാർട്ടഭിനയിക്കുന്നു. പിന്നീട് ദുഃഖധാമത്തിൽ രാവണ രാജ്യം ഉണ്ടാകുന്നു. ഇത് 84 ജന്മങ്ങളുടെ കഥയാണ്. ഭഗവാനുവാച ഇല്ലേ അർജുനനോട്, നീ നിന്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയുന്നില്ല. എന്തുകൊണ്ടാണ് ഒരാളോടായി പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ ഒരാൾക്ക് ഗ്യാരണ്ടിയാണ്. ഈ രാധയും കൃഷ്ണനും ഗ്യാരണ്ടിയല്ലേ? അതുകൊണ്ടാണ് ഇവരോട് തന്നെ പറയുന്നത്. ഇത് ബാബയ്ക്കും അറിയാം, കുട്ടികൾക്കും അറിയാം. അതായത് എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നവരല്ല. ചിലർ പകുതിയിൽ വരും, ചിലർ അവസാനവും വരും. ഇദ്ദേഹത്തിൻ്റെത് ഉറപ്പല്ലേ? ഇദ്ദേഹത്തോടാണ് പറയുന്നത്, അല്ലയോ കുട്ടി. അപ്പോൾ ഇദ്ദേഹം അർജുനനായില്ലേ? രഥത്തിൽ ഇരിക്കുകയല്ലേ? കുട്ടികൾക്ക് സ്വയവും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എങ്ങനെയാണ് ജന്മമെടുക്കുന്നത്. സേവനമേ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ സത്യയുഗത്തിൽ ആദ്യം ജന്മമെടുക്കും? അവരുടെ ഭാഗ്യം എവിടെയാണ്? പിറകിൽ ജന്മമെടുക്കുന്നവർക്ക് വീട് പഴയതായിക്കൊണ്ടിരിക്കില്ലേ? ഞാൻ ഇദ്ദേഹത്തോടായാണ് പറയുന്നത്. ഇദ്ദേഹത്തെ പ്രതി നിങ്ങൾക്കും ഉറപ്പാണ്. നിങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും മമ്മയും ബാബയും 84 ജന്മം എടുക്കുന്നുണ്ട്. കുമാർക്ക, അതായത് പ്രകാശ് മണി ദാദിജി, ജനക്, അതായത് ജാനകി ദാദിജി, ഇങ്ങനെയുള്ള മഹാരഥികൾ ആരെല്ലാമുണ്ടോ അവരും 84 ജന്മങ്ങൾ എടുക്കുന്നുണ്ട്. ആരാണോ സേവനം ചെയ്യാത്തത് അവർ തീർച്ചയായും കുറച്ചു ജന്മങ്ങൾക്ക് ശേഷമായിരിക്കും വരുന്നത്. ഞങ്ങൾ തോറ്റുപോകും, അവസാനം വരും എന്ന് മനസ്സിലാക്കുന്നു. സ്കൂളിൽ ഓടി ലക്ഷ്യത്തിൽ സ്പർശിച്ച് തിരിച്ചു വരാറുണ്ടല്ലോ. എല്ലാവരും ഏകരസമായിരിക്കുകയില്ല. മത്സരത്തിൽ 1/4 ഇഞ്ചിന്റെ പോലും വ്യത്യാസം വന്നാലും മുൻതൂക്കം ലഭിക്കുന്നു. ഇതും അശ്വമത്സരമാണ്. അശ്വമെന്ന് കുതിരയെയാണ് പറയുന്നത്. രഥത്തെയും
കുതിരയെന്ന് പറയുന്നു. ബാക്കി ദക്ഷ പ്രജാപതി യജ്ഞം രചിച്ചതായും അതിൽ കുതിരയെ ഹോമിച്ചതായും കാണിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ദക്ഷ പ്രജാപതിയുമില്ല, യാതൊരു യജ്ഞവും രചിക്കുന്നുമില്ല. ഭക്തിമാർഗത്തിലെ പുസ്തകങ്ങളിൽ എത്രയധികം കെട്ടുകഥകളാണ്. അതിന്റെ പേര് തന്നെ കഥയെന്നാണ്. അനേകം കഥകൾ കേട്ടിട്ടുണ്ട്. നിങ്ങളിത് പഠിക്കുകയാണ്. പഠിപ്പിനെ കഥയെന്ന് പറയില്ല. സ്കൂളിൽ പഠിക്കുന്നുമുണ്ട്, ലക്ഷ്യവുമുണ്ട്. നമുക്ക് ഈ പഠിപ്പിലൂടെ ഈ ജോലി ലഭിക്കും. എന്തെങ്കിലുമെല്ലാം ലഭിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ദേഹി അഭിമാനിയായി മാറണം. ഇതിലാണ് പരിശ്രമം. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ വികർമ്മം വിനാശമാകൂ. വിശേഷിച്ചും ഓർമ്മിക്കണം, ഞാൻ ശിവബാബയുടെ കുട്ടിയാണല്ലോ, പിന്നെന്തിനാണ് ഓർമ്മിക്കുന്നത്? അങ്ങനെയല്ല, സ്വയം വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കി ഓർമ്മിക്കണം. നമ്മൾ ആത്മാക്കളെ ശിവബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും മറന്നുപോകുന്നു. ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം കേൾപ്പിച്ചു തരുന്ന ഒരേ ഒരു ടീച്ചറാണ് ശിവബാബ. ഇതുപോലും ഓർമ്മയിൽ ഇരിക്കുന്നില്ല. ഓരോ കുട്ടികളും തന്റെ ഹൃദയത്തോട് ചോദിക്കണം, എത്ര സമയം ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നുണ്ട്? കൂടുതൽ സമയവും ബാഹിർമുഖതയിലേക്കാണ് പോകുന്നത്. മുഖ്യമായത് ഈ ഓർമ്മ തന്നെയാണ്. ഈ ഭാരതത്തിലെ യോഗത്തിന് വളരെയധികം മഹിമയുണ്ട്. എന്നാൽ യോഗം പഠിപ്പിക്കുന്നതാരാണ്? ഇതാർക്കും അറിയുകയില്ല. ഗീതയിൽ കൃഷ്ണന്റെ പേരാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണനെ ഓർമ്മിക്കുന്നതിലൂടെ ഒരു പാപം പോലും നശിക്കുകയില്ല. കാരണം കൃഷ്ണൻ ശരീരധാരിയാണ്. 5 തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. കൃഷ്ണനെ ഓർമ്മിക്കുകയാണെങ്കിൽ മണ്ണിനെ ഓർമ്മിക്കുന്നത് പോലെയാണ്. 5 തത്വങ്ങളെ ഓർമ്മിക്കലാണ്. ശിവബാബയാണെങ്കിൽ അശരീരിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അശരീരിയാകൂ, പിതാവായ എന്നെ ഓർമ്മിക്കൂ. പറയുന്നുമുണ്ട്, അല്ലയോ പതീത പാവന, പതീത പാവൻ ഒരാളല്ലേ? യുക്തിയോടുകൂടി ചോദിക്കണം, ഗീതയുടെ ഭഗവാൻ ആരാണ്? രചയിതാവായ ഭഗവാൻ ഒന്നു മാത്രമാണ്. അഥവാ മനുഷ്യൻ സ്വയം ഭഗവാനാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്റെ കുട്ടികളാണെന്ന് ഒരിക്കലും പറയുകയില്ല. ഒന്നുകിൽ പറയും തത്വം, അല്ലെങ്കിൽ പറയും ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന്. ഞങ്ങളും ഭഗവാനാണ്, നിങ്ങളും ഭഗവാനാണ്. എവിടെ നോക്കിയാലും നീ തന്നെ നീയാണ്. കല്ലിലും നീ തന്നെ. ഇങ്ങനെ പറയും. നിങ്ങൾ എന്റെ മക്കളാണ്, ഇങ്ങനെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ബാബ തന്നെയാണ് പറയുന്നത്, അല്ലയോ എന്റെ ഓമനകളായ ആത്മീയ കുട്ടികളെ. ഇങ്ങനെ വേറെ ഒരാൾക്കും പറയാൻ സാധിക്കില്ല. അഥവാ മുസൽമാന്മാരെ ആരെങ്കിലും എന്റെ ഓമന മക്കളെ എന്ന് പറയുകയാണെങ്കിൽ അടികൊള്ളും. ഒരേ ഒരു പാരലൗകിക പിതാവിന് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കൂ. മറ്റൊരാൾക്കും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. നിരാകാരനായ ബാബയ്ക്കല്ലാതെ 84 പടിയുടെ രഹസ്യം വേറെ ആർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. യഥാർത്ഥ പേര് തന്നെ ശിവൻ എന്നാണ്. മനുഷ്യരാണെങ്കിൽ അനേകം പേരുകൾ നൽകിയിരിക്കുന്നു. അനേക ഭാഷകളാണ്. അതിനാൽ അവരവരുടെ ഭാഷകളിൽ പേര് വച്ചിരിക്കുന്നു. എങ്ങനെയാണോ ബോംബെയിൽ ബബൂൽനാഥൻ എന്ന് പറയുന്നത്, എന്നാൽ അതിന്റെ അർത്ഥമൊന്നും അറിയില്ല. മുള്ളുകളെ പൂക്കളാക്കി മാറ്റുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഭാരതത്തിൽ ശിവബാബയ്ക്ക് ആയിരക്കണക്കിന് പേരുകളുണ്ട്. അർത്ഥം ഒന്നും അറിയില്ല. ബാബ കുട്ടികൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. അതിൽ തന്നെ ബാബ അമ്മമാരെ കൂടുതൽ മുന്നിൽ വച്ചിരിക്കുന്നു. ഇന്ന് സ്ത്രീകൾക്ക് മഹത്വമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ബാബ വന്നിരിക്കുകയാണല്ലോ. ബാബ മാതാക്കൾക്ക്
ഉയർന്ന മഹിമ നൽകുന്നു. നിങ്ങൾ ശിവശക്തി സേനയാണ്. ശിവബാബയെ അറിയുന്നതും നിങ്ങൾ തന്നെയാണ്. സത്യം ഒന്നുമാത്രമാണ്. പാടാറുമുണ്ട്, സത്യത്തിന്റെ തോണി ആടുകയും ഉലയുകയും ചെയ്യും, മുങ്ങുകയില്ല. അതിനാൽ നിങ്ങൾ സത്യമാണ്. പുതിയ ലോകത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അസത്യമായ തോണിയെല്ലാം നശിച്ചു പോകും. നിങ്ങളാരും ഇവിടെ രാജ്യം ഭരിക്കുന്നവരല്ല. അടുത്ത ജന്മത്തിൽ നിങ്ങൾ പോയി രാജ്യം ഭരിക്കും. ഇത് വളരെ ഗുപ്തമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഈ ബാബയെ ലഭിക്കുന്നതുവരെ ഒന്നും തന്നെ അറിയുമായിരുന്നില്ല. ഇപ്പോൾ അറിയുന്നു. യുദ്ധമൈതാനത്തിൽ കുട്ടികളെ സ്ഥിരതയോടെ നിർത്തുന്ന യുധിഷ്ഠിരനാണിത്. ഇദ്ദേഹം നോൺ വയലൻസ് അഹിംസകനാണ്. കൊല്ലുന്നതിനെ മനുഷ്യർ ഹിംസയെന്ന് മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ആദ്യത്തെ മുഖ്യമായ ഹിംസയാണ് കാമം. അതുകൊണ്ടാണ് കാമം മഹാശത്രുവാണ് എന്ന് പറയുന്നത്. ഇതിൽ വിജയം നേടണം. കാമവികാരത്തിന്റെ കാര്യമാണ് മുഖ്യമായത്. പതീതം അർത്ഥം വികാരി. പതീതമാകുന്നവരെ തന്നെയാണ് വികാരി എന്ന് പറയുന്നത്. അവർ വികാരത്തിലേക്ക് പോകുന്നു. ക്രോധിക്കുന്നവരെ വികാരിയാണ് എന്ന് പറയുകയില്ല. ക്രോധിയെ ക്രോധിയെന്നും ലോഭിയെ ലോഭിയെന്നും പറയുന്നു. ദേവതകളെ നിർവികാരിയെന്ന് പറയുന്നു. ദേവതകൾ നിർലോഭിയും നിർമോഹിയും നിർവികാരിയുമാണ്. അവർ ഒരിക്കലും വികാരത്തിലേക്ക് പോകില്ല. നിങ്ങളോട് പറയുന്നു, വികാരമില്ലാതെ കുട്ടികൾ എങ്ങനെ ഉണ്ടാകും? അവരെ നിർവികാരിയെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് നിർവികാരി ലോകം. ദ്വാപര കലിയുഗം വികാരി ലോകമാണ്. സ്വയം വികാരിയെന്നും ദേവതകളെ നിർവികാരിയെന്നും പറയാറുണ്ടല്ലോ. നമ്മളും വികാരികളായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇവരെ പോലെ നിർവികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണനും ഓർമ്മയുടെ ബലത്തിലൂടെയാണ് ഈ പദവി നേടിയത്. വീണ്ടും നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മളും ദേവീ ദേവതയായിരുന്നു. നമ്മൾ കൽപ്പം മുമ്പ് ഇതേ രാജ്യം നേടിയിരുന്നു. അത് നഷ്ടപ്പെടുത്തി. വീണ്ടും നേടിക്കൊണ്ടും ഇരിക്കുന്നു. ഇതേ ചിന്ത ബുദ്ധിയിലുണ്ടെങ്കിൽ സന്തോഷമുണ്ടാകും. എന്നാൽ മായ ഈ സ്മൃതി വിസ്മരിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്ഥായിയായ ഓർമ്മയിലിരിക്കാൻ സാധ്യമല്ലെന്ന് ബാബ മനസ്സിലാക്കുന്നു. നിങ്ങൾ കുട്ടികൾ ദൃഢതയോടെ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കർമാതീത അവസ്ഥയിലേക്ക് പോവുകയും ആത്മാവ് തിരിച്ചു പോവുകയും ചെയ്യും എന്നല്ല. ആദ്യ നമ്പറിൽ ഇദ്ദേഹമാണ് പോകുന്നത്. പിന്നീടാണ് ശിവബാബയുടെ ഘോഷയാത്ര. വിവാഹ സമയത്ത് അമ്മമാർ മൺകലത്തിൽ ജ്യോതി തെളിയിച്ചുകൊണ്ട് പോകാറുണ്ടല്ലോ. ഇതാണ് അടയാളം. ശിവബാബയാകുന്ന പ്രിയതമനാണെങ്കിൽ സദാ തിളങ്ങുന്ന ജ്യോതിയാണ്. ബാക്കി നമ്മുടെ ജ്യോതി തെളിയുന്നു. ഇവിടെയുള്ള കാര്യം പിന്നീട് ഭക്തി മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ യോഗബലത്തിലൂടെ തന്റെ ജ്യോതി തെളിക്കുന്നു. യോഗത്തിലൂടെ നിങ്ങൾ പവിത്രമായി മാറുന്നു. ജ്ഞാനത്തിലൂടെ ധനം ലഭിക്കുന്നു. പഠനത്തെ വരുമാനമാർഗം എന്ന് പറയുമല്ലോ. യോഗബലത്തിലൂടെ നിങ്ങൾ ഭാരതത്തെ മാത്രമല്ല മുഴുവൻ വിശ്വത്തെയും പവിത്രമാക്കി മാറ്റുന്നു. ഇതിൽ കന്യകകൾക്ക് വളരെ നല്ല സഹായിയായി മാറാൻ സാധിക്കും. സേവനം ചെയ്ത് ഉയർന്ന പദവി നേടണം. ജീവിതം വജ്രസമാനമാക്കി മാറ്റണം. നിസ്സാരമല്ല. മാതാപിതാവിനെ പിന്തുടരൂ എന്ന് പറയാറുണ്ട്. അച്ഛനെയും അമ്മയെയും അനന്യ സഹോദരന്മാരെയും സഹോദരിമാരെയും കാണൂ. നിങ്ങൾക്ക് രണ്ടച്ഛനാണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് പ്രദർശിനിയിലും മറ്റും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ലൗകികവും പാരലൗകികവും. ഇതിൽ ഉയർന്നത് ആരാണ്?
തീർച്ചയായും പരിധിയില്ലാത്ത ബാബ തന്നെയാണല്ലോ. അദ്ദേഹത്തിലൂടെയാണ് സമ്പത്ത് നേടുക. ഇപ്പോൾ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്, വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനോ വാച, നിങ്ങൾക്ക് രാജയോഗം പഠിപ്പിക്കുന്നു. പിന്നീട് നിങ്ങൾ അടുത്ത ജന്മത്തിൽ വിശ്വത്തിന്റെ അധികാരിയായി മാറും. ബാബ കൽപ്പകൽപ്പം ഭാരതത്തിൽ വന്ന് ഭാരതത്തെ വളരെ സമ്പന്നമാക്കി മാറ്റുന്നു. നിങ്ങൾ ഈ പഠിപ്പിലൂടെ വിശ്വത്തിന്റെ അധികാരിയായി മാറുന്നു. ആ പഠിപ്പിലൂടെ എന്ത് ലഭിക്കും? ഇവിടെയാണെങ്കിൽ നിങ്ങൾ 21 ജന്മത്തേക്ക് വജ്രതുല്യമായി മാറുന്നു. ആ പഠിപ്പുമായി രാവിന്റെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. ഇവിടെയാണെങ്കിൽ അച്ഛനും ടീച്ചറും ഗുരുവും ഒന്നു തന്നെയാണ്. അതുകൊണ്ട് അച്ഛന്റെ സമ്പത്തും ടീച്ചറുടെ സമ്പത്തും ഗുരുവിന്റെ സമ്പത്തും എല്ലാം നൽകുന്നു. ദേഹസഹിതം എല്ലാം മറക്കണമെന്ന് ബാബ ഇപ്പോൾ പറയുന്നു. താങ്കൾ മരിച്ചാൽ ലോകവും മരിച്ചു. ബാബയുടെ ദത്തെടുക്കപ്പെട്ട കുട്ടികളായി മാറി ബാക്കി ആരെയാണ് ഓർമ്മിക്കേണ്ടത്? മറ്റുള്ളവരെ കണ്ടും കാണരുത്. പാർട്ട് അഭിനയിക്കുന്നുണ്ട്, എന്നാൽ ബുദ്ധിയിലുണ്ട് ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകണം, പിന്നീട് ഇവിടെ വന്ന് പാർട്ട് അഭിനയിക്കണം. ഇത് ബുദ്ധിയിലുണ്ടെങ്കിലും വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. കുട്ടികൾക്ക് ദേഹബോധം ഉപേക്ഷിക്കണം. ഈ പഴയ വസ്തു ഇവിടെ ഉപേക്ഷിക്കണം. ഇനി തിരിച്ചു പോകണം. നാടകം പൂർത്തിയായിരിക്കുകയാണ്. പഴയ സൃഷ്ടിക്ക് തീ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അന്ധന്റെ സന്താനം അന്ധർ അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നു. മനുഷ്യർ വിചാരിക്കുന്നത് ഇത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ കാണിച്ചിരിക്കുകയാണ് എന്നാണ്. എന്നാൽ ഇത് അജ്ഞാന നിദ്രയുടെ കാര്യമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഉണർത്തണം. ജ്ഞാനം അർത്ഥം പകൽ സത്യയുഗമാണ്. അജ്ഞാനം അർത്ഥം രാത്രി കലിയുഗമാണ്. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കന്യക വിവാഹം കഴിക്കുകയാണെങ്കിൽ അച്ഛന്റെയും അമ്മയുടെയും അമ്മായിയമ്മയുടെയും അമ്മായി അച്ഛന്റെയും എല്ലാം ഓർമ്മ വരും. അവരെ മറക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ദമ്പതിമാരുമുണ്ട്. അവർ സന്യാസിമാർക്ക് കാണിച്ചു കൊടുക്കുന്നു, ഞങ്ങൾ ദമ്പതികളായി മാറി ഒരിക്കലും വികാരത്തിലേക്ക് പോവുകയില്ല. ജ്ഞാനത്തിന്റെ വാൾ ഇടയിലുണ്ട്. ബാബയുടെ ആജ്ഞയാണ് പവിത്രമായിരിക്കണം. രമേശ് ഉഷയെ നോക്കൂ, ഒരിക്കൽ പോലും പതീതമായില്ല. ഈ ഭയമുണ്ട്, അഥവാ ഞങ്ങൾ പതീതമായി മാറുകയാണെങ്കിൽ 21 ജന്മത്തിന്റെ രാജ്യഭാഗ്യം നഷ്ടമാകും, ശിക്ഷ ലഭിക്കുകയും ചെയ്യും. എന്നാൽ ചിലർ തോൽക്കുന്നുമുണ്ട്. ഗന്ധർവ വിവാഹമെന്ന പേരില്ലേ? പവിത്രമായിരിക്കുന്നതിലൂടെ ഉയർന്ന പദവി ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഒരു ജന്മത്തേക്ക് പവിത്രമായി മാറണം. യോഗബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണം വന്നു ചേരുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ ലോകത്തെയും പവിത്രമാക്കി മാറ്റുന്നു. നിങ്ങൾ ഇത്രയും കുറച്ചു കുട്ടികൾ യോഗബലത്തിലൂടെ ഈ മുഴുവൻ പർവ്വതത്തെയും ഉയർത്തിമാറ്റി സ്വർണത്തിന്റെ പർവ്വതം സ്ഥാപന ചെയ്യുന്നു. മനുഷ്യർ അല്പം പോലും മനസ്സിലാക്കുന്നില്ല. അവരാണെങ്കിൽ ഗോവർദ്ധന പർവ്വതത്തിനു പിറകെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ വന്ന് മുഴുവൻ ലോകത്തെയും ഗോൾഡൻ ഏജ് ആക്കി മാറ്റുന്നു. ഹിമാലയം സ്വർണത്തിന്റേതാകും എന്നൊന്നുമില്ല. അവിടെയാണെങ്കിൽ, അതായത് സത്യയുഗത്തിലാണെങ്കിൽ സ്വർണഖനികൾ നിറഞ്ഞിരിക്കും. 5 തത്വങ്ങൾ സത്തോ പ്രധാനമാണ്. ഫലങ്ങളും നല്ലത് നൽകുന്നു. സത്തോ പ്രധാന തത്വങ്ങളാൽ ഈ ശരീരവും സത്തോ പ്രധാനമാകുന്നു. അവിടുത്തെ പഴങ്ങളും വളരെയധികം സ്വാദിഷ്ടമാണ്. പേര് തന്നെ സ്വർഗമെന്നാണ്. അതിനാൽ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ വികാരം ഇല്ലാതാകൂ.
ദേഹാഭിമാനം വരുന്നതിലൂടെ വികാരത്തിന്റെ ചേഷ്ട ഉണ്ടാകുന്നു. യോഗി ഒരിക്കലും വികാരത്തിലേക്ക് പോവുകയില്ല. ജ്ഞാനബലമെല്ലാം ഉണ്ട്, എന്നാൽ യോഗിയല്ല എങ്കിൽ വീണുപോകും. ചോദിക്കാറുണ്ട്, പുരുഷാർത്ഥമാണോ പ്രാപ്തിയാണോ വലുത്? പുരുഷാർത്ഥമാണ് വലുതെന്ന് അപ്പോൾ പറയുന്നു. അതുപോലെ ഇതിലും പറയും യോഗമാണ് വലുത്. യോഗത്തിലൂടെ മാത്രമേ പതീതത്തിൽ നിന്ന് പാവനമായി മാറുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ പറയും, ഞങ്ങൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് പഠിക്കും. മനുഷ്യനിൽ നിന്ന് പഠിക്കുന്നതിലൂടെ എന്താണ് ലഭിക്കുക? മാസത്തിൽ എന്ത് ശേഖരണമുണ്ടാകും? ഇവിടെ നിങ്ങൾ ഓരോ രത്നം ധാരണ ചെയ്യുന്നു. ഇത് ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. അവിടെ പൈസ എണ്ണേണ്ടതില്ല. അളവറ്റ ധനമുണ്ടാകുന്നു. എല്ലാവർക്കും അവരവരുടെ കൃഷികൾ മുതലായവ ഉണ്ടായിരിക്കും. അപ്പോൾ ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഇതാണ് ലക്ഷ്യം. പുരുഷാർത്ഥം ചെയ്ത് ഉയർന്നതായി മാറണം. രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷ്മി നാരായണൻ പ്രാപ്തി നേടിയതെങ്ങനെയാണ്? ഇവരുടെ പ്രാപ്തി അറിയുകയാണെങ്കിൽ ബാക്കി എന്താണ് വേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, കൽപ്പത്തിൽ 5000 വർഷങ്ങൾക്ക് ശേഷമാണ് ബാബ വരുന്നത്. വന്ന് ഭാരതത്തെ സ്വർഗമാക്കി മാറ്റുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് സേവനം ചെയ്യുന്നതിനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കണം. എപ്പോൾ വരെ ആർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നില്ലയോ ഭക്ഷണം കഴിക്കുകയില്ല. ഇത്രയും ഉന്മേഷവും ഉത്സാഹവും ഉണ്ടെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ ലഭിച്ച മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈശ്വരീയ സേവനം ചെയ്ത് തന്റെ ജീവിതം 21 ജന്മത്തേക്ക് വജ്രസമാനമാക്കി മാറ്റണം. മാതാവിനെയും പിതാവിനെയും അനന്യ സഹോദരന്മാരെയും സഹോദരിമാരെയും മാത്രം ഫോളോ ചെയ്യണം. 2. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ദേഹസഹിതം എല്ലാത്തിനെയും മറക്കണം. തന്റെ ഓർമ്മ ഉറച്ചതും സ്ഥായിയുമാക്കണം. ദേവതകളെപ്പോലെ നിർലോഭി, നിർമോഹി, നിർവികാരി ആകണം. വരദാനം: പിടയുന്ന ആത്മാക്കൾക്ക് 1 സെക്കൻഡിൽ ഗതി സദ്ഗതി കൊടുക്കുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. ഏതുപോലെ സ്ഥൂലമായ കാലാവസ്ഥയ്ക്കനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുന്നു, സേവാധാരി സാമഗ്രികൾ എല്ലാം തയ്യാറാക്കി വെക്കുന്നു. ഇതിലൂടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, സമയം വ്യർത്ഥമാകുന്നില്ല. ഇതുപോലെ ഇപ്പോൾ സർവാത്മാക്കളുടെയും ഗതി സദ്ഗതിയുടെ അന്തിമ സീസൺ വരാനിരിക്കുകയാണ്. പിടയുന്ന ആത്മാക്കളെ ക്യൂവിൽ നിർത്തി കഷ്ടപ്പെടുത്തരുത്. വന്നുകൊണ്ടും എടുത്തു കൊണ്ടുപോയിക്കൊണ്ടും ഇരിക്കണം. ഇതിനായി സദാ തയ്യാറായിരിക്കണം. പുരുഷാർത്ഥി ജീവിതത്തിൽ കഴിയുന്നതിലുപരി ഇപ്പോൾ ദാതാവിന്റെ സ്ഥിതിയിൽ ഇരിക്കൂ. ഓരോ സങ്കല്പത്തിലും ഓരോ സെക്കൻഡിലും മാസ്റ്റർ ദാതാവായി മാറി ചെയ്തുകൊണ്ടേ പോകൂ. സ്ലോഗൻ: യജമാനനെ, അതായത് ഹസൂറിനെ ബുദ്ധിയിൽ വയ്ക്കൂ, എങ്കിൽ സർവപ്രാപ്തികളും ശരി യജമാനനെ, അതായത് ജി ഹസൂർ എന്ന് പറയും. അവ്യക്ത സൂചന: ഏകാന്ത പ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വയത്തമാക്കൂ. ഏകതയോടൊപ്പം ഏകാന്ത പ്രിയരുമാകണം. ഏകാന്ത പ്രിയർ അവരാണ് ആരുടെയാണോ ബുദ്ധിയോഗം അനേക വശങ്ങളിൽ നിന്ന് മുറിഞ്ഞ് ഒന്നിൽ മാത്രം പ്രിയമായി ഇരിക്കുന്നത്. ഒന്നിൽ പ്രിയമുള്ളത് കാരണം ഒന്നിന്റെ മാത്രം ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നു. ഏകാന്ത പ്രിയർ എന്നാൽ ഒന്നല്ലാതെ രണ്ടാമതാരുമില്ല. സർവസംബന്ധങ്ങളും
സർവരസങ്ങളും ഒന്നിൽ നിന്നെടുക്കുന്നവർക്ക് തന്നെയാണ് ഏകാന്തപ്രിയരാകാൻ സാധിക്കുക. ഓം ശാന്തി.